നമസ്കാരം. ഇത് ഡീലുകളുടെ കാലമാണ്. ലോകത്താകമാനം രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറുകളുടെ ഡീലുകളുടെ ഒരു കാലം. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ അധികാരത്തിൽ കയറിയതിനു ശേഷം ലോകം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നയതന്ത്ര വാക്കിൻ്റെ പേര് ഡീലാണ്. വ്യാപാര യുദ്ധം നടക്കുമ്പോൾ ഒന്നൊന്നായി രാജ്യങ്ങളുമായി ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ഒരു ടാരിഫ് യുദ്ധത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാം എന്ന ഒരു ട്രംപ് പോളിസി. അത് അല്ല ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ ഡീൽ എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് വലിയ സംസാരം മധ്യപൗരസ്ത്യ പ്രദേശത്ത്. അതാണ് പ്രധാന വാർത്ത. പക്ഷേ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതും ഒരുപക്ഷെ അതിനേക്കാൾ നിർണായകമായതുമായ മറ്റൊരു ഡീൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നു. അതാണ് സൗദി അറേബ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡീൽ. വെറും ഡീലല്ല, ന്യൂക്ലിയർ ഡീൽ. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം, സൗദി അറേബ്യക്ക് എന്ത് ന്യൂക്ലിയർ പദ്ധതി ഉണ്ട്? സൗദി അറേബ്യയുടെ പുതിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വിശ്വസിക്കുന്നത് സൗദിയുടെ സുരക്ഷ ഉറപ്പാകണമെങ്കിൽ സൗദി ഒരു ന്യൂക്ലിയർ പവറായി മാറണം. പരസ്യമായി സൗദി എടുത്തിരിക്കുന്ന നിലപാട് ഒരു വികസനത്തിന് വേണ്ടി, ഊർജ ആവശ്യത്തിന് വേണ്ടി ആണവ ഇന്ധനം ഉപയോഗിക്കാം. പക്ഷെ ആര് കേട്ടാലും അത് ചിരിച്ചു തള്ളും. കാരണം സൗദി അറേബ്യക്ക് ഹൈഡ്രോ കാർബൺ ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്തെ ആകെ നാച്ചുറൽ റിസർവ്സിൻ്റെ 3rd പൊസിഷനും നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ 6ാം സ്ഥാനവുമുണ്ട്. ഉത്പാദനത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ്. അപ്പം അങ്ങനെ സൗദി അറേബ്യ ഒപ്പക്കിൻ്റെ തലപ്പത്ത് ഇങ്ങനെ തലവിരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഊർജ ആവശ്യത്തിന് വേണ്ടി ആണവ ഇന്ധനം ഉപയോഗിക്കണം, ആണവ സമ്പുഷ്ടീകരണം നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ ആരും അത് മുഖവിലയ്ക്ക് എടുക്കില്ല. അതേസമയം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ഭീഷണിയുണ്ട്. 2 കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒന്ന് ഇറാനിൽ നിന്നുമാണ്. അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ഷിയ സുന്നി ഡിവൈഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. സൗദി അറേബ്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്നത് യമനിലെ ഹൂതി വിഭാഗത്തെയാണ്. അവർ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടത്തിയ ഒരു പാരമ്പര്യമാണ്, ചരിത്രമാണ്. സമീപകാലം വരെ അത് തുടരുന്നു. അപ്പോൾ അത് ഇറാൻ നേരിട്ട് സൗദി അറേബ്യ ആക്രമിച്ചില്ല എങ്കിൽ പോലും ഒരു വലിയ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിയാൽ അമേരിക്കൻ സഖ്യരാജ്യം എന്ന നിലയിൽ, ഇസ്രയേലിനോട് അടുപ്പം പുലർത്തുന്ന രാജ്യം എന്ന നിലയിൽ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് സൗദി അറേബ്യ കരുതുന്നു. അത് പൂർണ്ണമായി അസ്ഥാനത്തല്ല. അങ്ങനെയെങ്കിൽ ഒരു ഡിറ്ററൻസ് എന്ന നിലയിൽ ആണവ സാങ്കേതിക വിദ്യ കരുതിയിരിക്കണം, ഒരു വെടിക്കുള്ള കോപ്പ് കയ്യിലുണ്ടാവണം എന്ന സൗദിയുടെ നേതൃത്വത്തിൻ്റെ ഒരു ഇച്ഛാശക്തി. പക്ഷേ അമേരിക്കയ്ക്ക് അത് അങ്ങനെ കണ്ണുമടച്ച് അംഗീകരിച്ച് കൊടുക്കാനാവില്ലല്ലോ. 2 കാര്യങ്ങളാണ്. ഒന്ന്, സൗദി അറേബ്യ ആണവ പോർമുനകൾ സൗദി അറേബ്യക്ക് ലഭിച്ചാൽ, ഇൻറ്റേർണലി അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന രാജ്യവുമായി ഒരു ബാലൻസ് ഉണ്ടാകും. ഇറാനിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അമേരിക്കയുടെ കൂടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സൗദി അറേബ്യ കഴിയും. അതൊരു പോസിറ്റീവ് സൈഡാണ്. പക്ഷെ നാളെ ഇതേ സൗദി അറേബ്യ ഇരിപ്പുവശം മാറുമ്പോൾ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ മറ്റ് അയൽ രാജ്യങ്ങൾക്കെതിരെ ഇതുപയോഗിച്ച് കൂടായികയില്ല. സൗദി അറേബ്യ അതിശക്തമായ പശ്ചാത്തലമുള്ള രാജ്യമാണ്. അവിടെ പ്രകൃതി വിഭവങ്ങൾ, അത് എണ്ണയുടെ രൂപത്തിലുള്ള വിഭവങ്ങൾ അല്ലാതെ മറ്റു കാര്യങ്ങൾ അധികമില്ല എങ്കിൽ പോലും അതിൻ്റെ വലിപ്പവും തന്ത്രപ്രധാനമായ സ്ഥാനവും 2 കടലുകളുമായുള്ള സാമീപ്യവും, ചെങ്കടൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ, അതുപോലെ തന്നെ അറേബ്യൻ കടലിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഉൾക്കടൽ, അറേബ്യൻ സീ. അത് മാത്രമല്ല അതിനകത്തേക്ക് കയറി കിടക്കുന്ന പേർഷ്യൻ ഗൾഫ് റീജ്യൻ, അതിൻ്റെയും പ്രധാന ഒരു ഭാഗം സൗദിയുടെ വടക്കൻ ഭാഗത്താണല്ലോ. അതുകൊണ്ട് അമേരിക്കയുടെ ചരക്ക് നീക്കം ആ ഭാഗത്തെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങളും, വ്യാപാര താല്പര്യങ്ങളും, ചരക്ക് നീക്കവും എല്ലാം തന്നെ സൗദിയുടെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സൗദി അറേബ്യയുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ, ആണവ ഡീൽ ഉണ്ടാക്കാൻ അമേരിക്ക മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ വിദേശ സന്ദർശനം ഇപ്രാവശ്യം യൂറോപ്പിലെ ഒരു രാജ്യത്തേക്കുമല്ല. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡൻ്റായി ഒരാൾ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പാരീസിലേക്കോ ബെർലിനിലേക്കോ ലണ്ടനിലേക്കോ ഒക്കെയാണ്, ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്കാണ്.
അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കാണ്. അതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഗൾഫ് നാടുകളിലേക്ക്, UAE-യിലേക്കും സൗദി അറേബ്യയിലേക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ വിദേശയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്. അതായത് മധ്യപൗരസ്ത്യ പ്രദേശത്തിന് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വലിയ പ്രാധാന്യം നൽകുന്നു എന്ന ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട്. അങ്ങനെയെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ പതിവ് പോലെ തന്നെ അമേരിക്കയുടെ ദൂതന്മാരെ, എനർജി സെക്രട്ടറിയെ, അമേരിക്കയുടെ ഊർജ്ജ മന്ത്രിയാണ്, സൗദി അറേബ്യയിലേക്ക് വിട്ട് സൗദി അറേബ്യയിലെ ഉന്നത നേതൃത്വവുമായി രാജകുമാരന്മാരോട് ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ, ഊർജ്ജ മന്ത്രാലയത്തിൻ്റെയും ന്യൂക്ലിയർ വിഭാഗത്തിൻ്റെയും ചുമതലയുള്ളവരുമായി ചർച്ച ചെയ്തു. ഏകദേശം ഒരു ധാരണയിലെത്തി. പക്ഷേ സൗദി അറേബ്യയുടെ ആവശ്യം ഇതാണ്: തങ്ങൾക്ക് ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അനുമതി വേണം, റീപ്രോസസിങ് റൈറ്റ്സ് ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ ഒരു പ്രതിബന്ധമുണ്ട്, 1-2-3 എഗ്രിമെൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുമല്ലോ. 2007-8 സമയത്ത് ഒബാമയുടെ ഭരണകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എത്തിച്ചേർന്ന 1-2-3 എഗ്രിമെൻറ്റ്. ഈ 1-2-3 എഗ്രിമെൻറ്റിൻ്റെ അതായത് ഹൈഡ് ആക്ട് അനുസരിച്ച് 1-2-3 എഗ്രിമെൻറ്റിലെ അമേരിക്കൻ എനർജി, ന്യൂക്ലിയർ എനർജി ആക്ടിലെ 123-ാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആണവ സാങ്കേതികവിദ്യ വികസനത്തിന് വേണ്ടി, ഊർജ്ജോത്പാദനത്തിന് വേണ്ടി, സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി ആണവ സഹകരണം, അമേരിക്കയും മറ്റു രാജ്യവും തമ്മിൽ ആണവ സഹകരണം ആകാം. അതേസമയം ആണവ ഇന്ധനം ആ രാജ്യം, ഏത് രാജ്യവുമായാണോ കരാർ ഏർപ്പെടുന്നത് ആ രാജ്യം കയറ്റി അയക്കാൻ പാടില്ല, ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ആണവ ബോംബുണ്ടാക്കാൻ, വെപ്പണൈസേഷൻ ഗ്രേഡിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ അനുവാദമുണ്ടാവില്ല. അതിന് കർശനമായി അമേരിക്ക അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതുമാത്രമല്ല, ആ രാജ്യത്തിൻ്റെ എനർജി, അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് IAEA പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കണം. ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉൾപ്പെടെ ഉള്ള പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാകണം. ഭാരതം അതിന് വിധേയപ്പെട്ടു. ഭാരതം പക്ഷേ ഒരു കാര്യം ചെയ്തു, 1-2-3 എഗ്രിമെൻറ്റ് അമേരിക്കയുമായി 1-2-3 എഗ്രിമെൻറ്റ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് 1-2-3 എഗ്രിമെൻറ്റ്, സിവിൽ ന്യൂക്ലിയർ എനർജി എഗ്രിമെൻറ്റ്. അത് സിവിൽ ന്യൂക്ലിയർ എനർജി, അതായത് പൗരന്മാരുടെ, സിവിലിയൻസിൻ്റെ സിവിൽ ആവശ്യത്തിന്, മിലിറ്ററി ആവശ്യത്തിനല്ല, സിവിലിയൻ ആവശ്യത്തിന്, ഊർജ്ജ ഉത്പാദനത്തിന് ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം. അമേരിക്ക അതിനുള്ള സഹായം ചെയ്യും, ടെക്നോളജി നൽകും, റിയാക്ടേഴ്സിൻ്റെ ഘടകഭാഗങ്ങൾ നൽകും, റീപ്രോസസിങ് റൈറ്റ്സിൻ്റെ ഒരു പങ്കുണ്ട്. ഇതെല്ലാം തന്നെ അനുവദനീയമായ രീതിയിൽ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി ചെയ്യും. പക്ഷേ ഇന്ത്യ അത് ഒരു കാര്യം ചെയ്തു, 22 ആണവ നിലയങ്ങൾ നമുക്കുണ്ട്. അതിൽ 14 അന്താരാഷ്ട്ര ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുത്തു. എന്നാൽ 8 ഒരു നിരീക്ഷണവും ഒരു ബാഹ്യ ഇടപെടലും ബാഹ്യ സർവെയിലൻസും സാധിക്കില്ല. അത് നമ്മൾ വെപ്പണൈസേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുമായി വെപ്പണൈസേഷൻ ഓഫ് യുറേനിയം, അതുമായി ബന്ധപ്പെട്ട ഒരു ഡീലും നമുക്കില്ല. അതേസമയം സിവിൽ ന്യൂക്ലിയർ എനർജി ഡീലുണ്ട്. അതേപോലെ ഒരു സിവിൽ ന്യൂക്ലിയർ എനർജി ഡീലാണ് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഇടപെടുന്നത്. അപ്പോൾ അമേരിക്കൻ എനർജി സെക്യൂരിറ്റി ആക്ടിലെ 123-ാം പ്രൊവിഷനിലെ ചില കാര്യങ്ങൾ പ്രതിബന്ധമായി വരുന്നത് കൊണ്ട് അത് അമെൻഡ് ചെയ്ത്, അതാണ് ഹൈഡ് ആക്ട് എന്ന് പറയുന്നത്, അമെൻഡ് ചെയ്താണ് ഇന്ത്യയുമായി ഒരു ഡീൽ ഒപ്പുവെച്ചത്. കാരണം ഇന്ത്യ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി NPT-യിലും CTBT-യിലും കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയിലും സമഗ്ര ആണവ പരീക്ഷണ നിരോധന കരാർ, ഇതിലൊന്നും തന്നെ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമല്ല. കാരണം ഇന്ത്യയുടെ ഡിറ്ററൻസിന്, സുരക്ഷയ്ക്ക്, പ്രതിരോധത്തിന് ആണവ ആയുധം ഉണ്ടാകണം എന്നത് ഇന്ത്യയുടെ ആഗ്രഹമാണ്, അഭിലാഷമാണ്, തീരുമാനമാണ്. അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളുമായി 1-2-3 എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ ഉള്ള പ്രതിബന്ധം, കടമ്പകളെ മറികടക്കാനാണ് ഹൈഡ് ആക്ട് ഉണ്ടായത്. അതുപോലെ ഒരു സംവിധാനത്തിലൂടെ ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്കും ഇങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയേക്കാം. പൂർണ്ണമായ ഒരു ഡീലിലേക്ക് നീങ്ങിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്ന രാജ്യം ഇറാനല്ല, മറിച്ച് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമായ ഇസ്രയേലാണ് എന്നതാണ് ഈ കഥയിലെ, ഇത് കഥയല്ല, ഇത് സംഭവമാണ്, ഈ സംഭവത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇസ്രയേലിൻ്റെ പേടി എന്താണ്? നിലവിൽ സൗദിയുമായി നല്ല ബന്ധമാണ്, ഈജിപ്തുമായി നല്ല ബന്ധമാണ്, മിക്ക അറബ് രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ്, ഇറാനുമായി ബന്ധം വളരെ മോശവുമാണ്. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ആണവ ആയുധം, ആണവ പോർമുന ലഭിക്കുകയാണെങ്കിൽ നാളുകളിൽ
ഇസ്രായേലുമായുള്ള സൗദിയുടെ വിലപേശൽ ശക്തി കൂടും. അതുമാത്രമല്ല, ഇസ്രായേൽ എന്നത് ഇപ്പം പലസ്തീനിയൻസിനെ പരാജയപ്പെടുത്താൻ, ഇപ്പം ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല 1.5 വർഷം യുദ്ധം ചെയ്തിട്ടും. അപ്പോൾ സൗദി അറേബ്യ പോലെ ഒരു രാജ്യം ഇസ്രായേലിനെതിരെ ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞാൽ ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. അവർക്കൊരു ഏറിയൽ സുപ്പീരിയോറിറ്റി ഉണ്ടാവാം. മുൻപും യുദ്ധം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയുമായി. 1948, 48, 49, 56, 1973 ഒക്കെ 67 ഒക്കെ തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇസ്രായേലിന് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ സമനില അതുണ്ടായി. പക്ഷേ ആണവയുദ്ധം അങ്ങനെയല്ല. ഇസ്രായേൽ ആണവശക്തിയാണ്. സൗദിയും ആണവശക്തിയാവുകയാണെങ്കിൽ സമവാക്യങ്ങൾ മാറി മറിയും. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് സൗദിയെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം എത്ര കാലത്തേക്കാണ്? അത് ഉറപ്പില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇസ്രായേൽ ആകെപ്പാടെ ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന് അമേരിക്കയുമായി സംസാരിക്കാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ട് അടുത്ത റൗണ്ട് ഓഫ് നെഗോസിയേഷൻ അവിടെയും നീങ്ങുകയാണ്. അതുകൊണ്ട് സൗദി കൂടി ആണവ രംഗത്തേക്ക്, ആണവായുധ രംഗത്തേക്ക് കടന്നു വന്നാൽ, അത് കടന്നു വരാൻ ഒരു രീതിയിലും അമേരിക്ക അനുവദിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സൂചന. പക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ രഹസ്യമായി പറഞ്ഞു കഴിഞ്ഞു, സൗദിയുടെ ആത്യന്തിക ലക്ഷ്യം നാഷണൽ സെക്യൂരിറ്റിയാണ്. നാഷണൽ സെക്യൂരിറ്റി പ്രത്യേകിച്ച് ഇറാനിൽ നിന്നും ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഭാവി സമ്മർദ്ദങ്ങൾ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഭ്യന്തരമായി നവീകരിച്ചാൽ മാത്രം പോരാ, ആണവായുധങ്ങൾ ഉണ്ടാവണം. അപ്പം അത് ഒരിക്കലും ഈ ചർച്ച അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ഏറെ മുന്നോട്ട് പോയാലും അത് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യമാണ്. ഇവിടെ സൗദിയുടെ ആവശ്യമല്ല. സൗദിയുടെ ആവശ്യം ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അത് മുഹമ്മദ് ബിൻ സൽമാൻ പല ആവർത്തി തിരിച്ചു മറിച്ചുവെന്ന് പറഞ്ഞും കഴിഞ്ഞു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അത് അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനും ആവില്ല. ആ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാം, സൗദി അമേരിക്ക കരാർ അല്ലെങ്കിൽ ഇൻ ദ പൈപ്പ് ലൈൻ കരാർ, അതേക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്.